ഓക്കെ, ഈ 3 സ്കീംസ് സേയും CSOPയും EMIയും കൊടുക്കുന്നത് ഒരേ ഒരു സ്റ്റൈലിലാണ്. അതായത് നമുക്ക് 2 ഡേറ്റ്സ് ഇതിൽ വരുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 ഡേറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിൽ ഒരെണ്ണം ഗ്രാൻഡ് ഡേറ്റ് ആണ്. ഓക്കെ, ഗ്രാൻഡ് ഡേറ്റ്. പിന്നെ വരുന്നത് എക്സൈസ് എന്ന ഡേറ്റ് ആണ്. ഓക്കെ, ഓക്കെ, ആ ഒരു ഓപ്ഷൻ എക്സൈസ് ചെയ്യുന്ന ഡേറ്റ്. സോ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഷെയർ കൊടുക്കണമല്ലോ. അപ്പോൾ ഈ ഷെയർ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ആദ്യം ഒരു ഗ്രാൻഡ് ഡേറ്റ് ഉണ്ടാകും. ഈ ഗ്രാൻഡ് ഡേറ്റിൽ ഇപ്പം ഇന്നാണ് കമ്പനി എല്ലാവരുടെ അടുത്തും അനൗൺസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാ എംപ്ലോയീസിനും. ഇപ്പം ഇതിൽ SAE അതേപോലെ തന്നെ SIP ഇത് എല്ലാ എംപ്ലോയീസിനും അവൈലബിൾ ആണ്, ഓൾ എംപ്ലോയീസ്. നേരെ മറിച്ച് CSOPയും EMIയും സെലക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയീസിന് മാത്രമേ കൊടുക്കുള്ളൂ. ഓക്കെ, സെലക്റ്റീവ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില പ്രത്യേക എംപ്ലോയീസിനൊക്കെ ഒന്ന് ഇൻസെൻറ്റീവ് ചെയ്യാനൊക്കെ ആയിട്ട്. ഓക്കെ, സോ നമ്മളതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കും. അതിന് മുന്നായിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിളായിരിക്കും കാര്യങ്ങൾ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഇതെങ്ങനെയാണ് ഇത് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഈ കമ്പനി എംപ്ലോയീസിനോട് പറയും, ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു ഷെയർ ഞങ്ങൾ തരാൻ പോവുകയാണ്. അങ്ങനെ അനൗൺസ് ചെയ്ത് അവർ ആ ഒരു സ്കീമിലോട്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഡേറ്റ് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ഗ്രാൻഡ് ഡേറ്റ് എന്ന് പറയാം. അപ്പോൾ ഇന്ന് അങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചു എന്ന് വിചാരിക്കുക. ഇന്ന് കമ്പനി പ്രഖ്യാപിച്ച സമയത്ത് കമ്പനിയുടെ ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത് 2 പൗണ്ടാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ഷെയറിന് 2 പൗണ്ട്. ദെൻ എക്സൈസ് ഡേറ്റ്, ഇത് പല സ്കീമിൻ്റെ കേസിലും പല ഇയേഴ്സ് പീരീഡൊക്കെ വരുന്നത്. നമുക്ക് SAE മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ SAEയുടെ കേസിൽ വരുന്ന സമയത്ത് SAEയുടെ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇയർ അല്ലെങ്കിൽ 3 or 5 ആണ്. ഒന്നെങ്കിൽ 3 കൊല്ലത്തേക്ക് നമുക്ക് ആ ഒരു സ്കീം ജോയിൻ ചെയ്യാം, അതല്ലെങ്കിൽ 5 ഇയേഴ്സിലോട്ട് ജോയിൻ ചെയ്യാം. SAEയുടെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SAE ആക്ച്വലി ഒരു നമ്മളെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടൊക്കെ പോലെ തന്നെ നമ്മളൊരു SAE ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ചെയ്യേണ്ടത്. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ മന്ത്ലി ഒരു എമൗണ്ട് ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അത് മിനിമം 5 പൗണ്ടാണ് വരുന്നത്, മാക്സിമം 500. ഇങ്ങനെ ഇതിൻ്റെ ഇടയിലുള്ള എമൗണ്ട് ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുക എല്ലാ മാസവും. നമുക്ക് ഈ ഒരു 5 പൗണ്ട് എന്നുള്ളത് 10 പൗണ്ട് ആക്കാൻ കമ്പനിക്ക് ഒരു ഓപ്ഷനും പാടുണ്ട്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് അങ്ങനെ 10 പൗണ്ട് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പം എനിവേ ഇവരിതിങ്ങനെ എല്ലാ മാസവും കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഇപ്പം ലെറ്റ്സ് ഒരു എംപ്ലോയി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഗ്രാൻഡ് ഡേറ്റ് മുതൽ ഒരു 3 കൊല്ലത്തിലോട്ട് അല്ലെങ്കിൽ ഒരു 5 കൊല്ലത്തിലോട്ട്, ഓക്കെ 5 കൊല്ലത്തിലോട്ടൊരു 10 പൗണ്ട് വെച്ചിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെന്ന് വെക്കാം. സോ 1 ഇയറിലോട്ട് എത്ര വരും, 120 പൗണ്ട് വരും. ഒരു 5 ഇയറിലോട്ട് 600 പൗണ്ട് വരില്ലേ. ഓക്കെ, ഇത്രയും എമൗണ്ട് വരും. അപ്പോൾ നമ്മൾ സേവിങ്സ് അക്കൗണ്ടിലൊക്കെ നമുക്ക് ഫണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുറമെ ഇൻട്രസ്റ്റ് കിട്ടൂലേ, അതുപോലെ തന്നെ ഇതിനകത്തൊരു ബോണസ് കിട്ടും. അപ്പോൾ ഈ ബോണസും പാടെ കയറും ഒരു 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലെറ്റ്സ് ഒരു 100, ഓക്കെ 100 ബോണസ് കിട്ടിയെന്ന് വിചാരിക്കാം. 100 പൗണ്ട് ബോണസ് കിട്ടിയോ. അപ്പോൾ ഒരു 100 പൗണ്ട് മാടെ കൂട്ടി ടോട്ടൽ അക്കൗണ്ടിൽ എത്ര ഉണ്ടാവും, 700 ഉണ്ടാവും നമ്മളെ SAE അക്കൗണ്ടിനകത്ത്. ഓക്കെ, ഈ 700 പൗണ്ടിനാണ് നമുക്ക് ഷെയർ കിട്ടുക. ഇതിന് നമുക്ക് ഷെയർ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഏത് എമൗണ്ടിലാണ് ഈ മാർക്കറ്റ് വാല്യൂ ഉണ്ടല്ലോ, ഗ്രാൻഡ് ഡേറ്റിലെ മാർക്കറ്റ് വാല്യൂ, ഇതിനാണ് നമുക്ക് ഷെയർ പർച്ചേസ് ചെയ്യാൻ പറ്റുക. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കമ്പനിക്ക് എന്ത് ചെയ്യാം, ഈ 2 പൗണ്ട് എന്നുള്ള ഒരു 20% മാക്സിമം ഒരു 20% ഡിസ്കൗണ്ട് വരെ നമുക്ക് തരാൻ പറ്റും. അങ്ങനെ നമുക്ക് ഷെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 20% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്സ് ഈ ഒരു 2 പൗണ്ടിൻ്റെ 20% 1.6 പൗണ്ട് വരെ എനിക്ക് ഡിസ്കൗണ്ട് ചെയ്ത് ആ ഒരു 1.6 വരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേറ്റ് കുറച്ച് ഷെയർ തരാൻ പറ്റും. അപ്പം ഇവിടെ 700 പൗണ്ടാണ് അക്കൗണ്ടിലുള്ളത്. ഇതിന് ഈ 1.6 വെച്ചിട്ട് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഷെയർ നമുക്ക് കിട്ടും, 700 ഡിവൈഡ് ബൈ 1.6 ചെയ്ത് കഴിഞ്ഞാൽ 437.5 വരും. പക്ഷേ ഈ ഷെയറിൻ്റെ പ്രശ്നമുണ്ട്. ഷെയർ നമുക്കൊരു ഷെയർ ആയിട്ടല്ലേ കിട്ടുള്ളൂ, പോയിന്റിൽ ഷെയർ ഒന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് ഒരു 437 എടുക്കാം. 437 ഷെയർസ് നമുക്ക് കിട്ടും. ഓക്കെ, കമ്പനിയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. സോ ഇതാണ്
സേവ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ മാസം നമ്മളിങ്ങനെ ഒരു ഫണ്ട് ഇങ്ങനെ ഇടും. അറ്റ് ദി എൻഡ് ഓഫ് 3 ഇയർ അല്ലെങ്കിൽ 5 കൊല്ലത്തിന് ശേഷം ഇത്ര എമൗണ്ട് ഉണ്ടാവും. നമ്മളെന്ത് ചെയ്യും, ആ ഒരു ഫണ്ട് മെച്യൂരിറ്റി എന്ന് പറയും. അതായത് 3 ഇയർ കഴിഞ്ഞാൽ മെച്യൂരിറ്റി പീരീഡായി. നമ്മൾ 5 ഇയർ ആണ് സെലക്ട് ചെയ്തെങ്കിൽ 5 ഇയർ കഴിഞ്ഞാൽ മെച്യൂരിറ്റി ആയി. അവിടെ നമ്മൾ ഈ ഒരു ഓപ്ഷൻ എക്സൈസ് ചെയ്യും. നമുക്കൊന്നെങ്കിൽ എക്സൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതാണ് എക്സൈസ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 5 ഇയർ കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റിനാണ് നമ്മൾ എക്സൈസ് ഡേറ്റ് എന്ന് പറയാം. ഗ്രാൻഡ് ഡേറ്റ് ഉണ്ട്, എക്സൈസ് ഡേറ്റ് ഉണ്ട്. ഓക്കെ, ഈ എക്സൈസ് ഡേറ്റിൽ 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷായിട്ട് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ പർച്ചേസ് ചെയ്യാം. ഈ 700 നമുക്ക് ഡയറക്റ്റ്ലി ക്യാഷായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഷെയർ പർച്ചേസ് ചെയ്യാം. ക്യാഷായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കിട്ടിയ ബോണസ് ഉണ്ടല്ലോ 100, ഇതിന് പുറത്ത് നമുക്ക് ടാക്സ് ഒന്നും പേ ചെയ്യേണ്ടതായിട്ടില്ല. കംപ്ലീറ്റ് നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് വീട്ടിൽ കൊണ്ടുപോകാം ക്യാഷ്. ഷെയർസിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ഷെയർ നമുക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഡേറ്റിൽ ടാക്സ് ഉണ്ടോ? നോ ടാക്സ്. ഗ്രാൻഡ് ഡേറ്റിൽ ടാക്സ് ഇല്ല. നമുക്ക് എക്സൈസ് ഡേറ്റിൽ ടാക്സ് ഉണ്ടോ? ഇവിടെയും ടാക്സ് വരുന്നില്ല. പിന്നെ CGT ആണ് ഇതിൽ വരുന്നത്. CGT വരും. ഓക്കെ, CGT വരും. CGT വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഈ ഒരു എമൗണ്ടിനാണല്ലോ, നമ്മളിപ്പോൾ ഇപ്പോഴത്തെ പ്രൈസ്, നമ്മൾ വാങ്ങിച്ച പ്രൈസ് ഗ്രാൻഡ് ഡേറ്റിലെ പ്രൈസാണ് 2 പൗണ്ട് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഡിസ്കൗണ്ട് കിട്ടിയിട്ട് ഈ ഒരു പ്രൈസിനാണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ എക്സൈസ് ചെയ്യുന്ന ഡേറ്റിൽ ഷെയറിൻ്റെ പ്രൈസ് കൂടി ഒരു 10 പൗണ്ടാണ് ഇനി വരിക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CGT എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മളെന്ത് ചെയ്തു, അവിടുന്ന് കുറച്ചും പാട് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ഷെയർ സെയിൽ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ മാർക്കറ്റ് വാല്യൂ 10 പൗണ്ടാണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾ CGT കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടാണ്. നമുക്ക് ഇത്രയും ഷെയർസ് ഉണ്ടല്ലോ, 437 ഷെയർസ് ഉണ്ട്. 4370 ഇത്രയും എമൗണ്ട് വരും. ഇപ്പം നമുക്ക് വിറ്റാൽ കിട്ടുന്ന പ്രൊസീഡ്സ്. നമ്മൾ എത്രയൊക്കെ വാങ്ങിയത്, നമ്മൾ 700 പൗണ്ടിനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സോ 700 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് 3670 വരും. ഈ ഒരു എമൗണ്ടിൻ്റെ മുകളിൽ നമുക്ക് CGT പേ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതാണ് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, എന്താണ് ചെയ്യുന്നത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ നോട്ടിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയ കാര്യങ്ങളുണ്ടോ നോക്കാം. അതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇത് HMRC എന്ത് ചെയ്യണം, കമ്പനി HMRC ആയിട്ട് ഈ സേവ് സ്കീം രജിസ്റ്റർ ചെയ്യണം. ഓർഡിനറി ഷെയർസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എല്ലാ എംപ്ലോയീസിനും അവൈലബിൾ ആണ് സേവ്. നമ്മളിതൊക്കെ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ അതേപോലെ തന്നെ 5 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ള എംപ്ലോയീസിനെ വേണമെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ചോയ്സാണ്. കമ്പനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ ഈ സേവ് സ്കീമിൽ നിന്ന് ഒഴിവാക്കാം. ഓക്കെ, പക്ഷേ പൊതുവേ എല്ലാ എംപ്ലോയീസിനും അവർ അവൈലബിൾ ആയി കൊടുക്കാറുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സേയുടെ കേസിൽ. ഇനി നമുക്കുള്ളത് CSOP ആണ് വരുന്നത്. ഓക്കെ, CSOP ഇതുപോലെ തന്നെയാണ്. ഗ്രാൻഡ് ഡേറ്റ് ഉണ്ട്, എക്സൈസ് ഡേറ്റ് ഉണ്ട്, സെയിം സ്കീമാണ് അവിടേക്ക്. പക്ഷേ നമ്മൾ ഈ മാസാമാസം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം അല്ല അവിടെ ഉള്ളത്. ഒരു 60,000 പൗണ്ട് നമുക്ക് ആ ഒരു ടോട്ടൽ പീരീഡിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് മാക്സിമം 60,000-ൻ്റെ ഷെയർസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് CSOPയുടെ കേസ് വരുന്ന സമയത്ത് മാക്സിമം 60,000 ഒരു എംപ്ലോയിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു കേസിൽ CSOPയുടെ കേസിൽ നമുക്ക് 3 ഇയർ മുതൽ 10 ഇയർ ആ ഒരു ഡ്യൂറേഷനാണ് വരുന്നത്. 3 ഇയറിന് മുന്നേ നമ്മൾ എക്സൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടാക്സ് വരും. പക്ഷേ എക്സെപ്ഷണൽ കേസുകളുണ്ട്. ലൈക്ക് ഒരു എംപ്ലോയി അവിടുന്ന് കമ്പനിയിൽ നിന്ന് പിരിച്ചു വിട്ടു ഒരു എംപ്ലോയിനെ, അതല്ലെങ്കിൽ എംപ്ലോയിക്ക് എന്തെങ്കിലും ഇഞ്ചുറി കാര്യങ്ങൾ, ഡിസബിലിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, റിട്ടയർമെൻറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 3 ഇയറിന് മുന്നേ ഇയാൾ ആ ഓപ്ഷൻ എക്സൈസ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ടില്ല. ഇതിൽ സേയും ഇതും തമ്മിലൊരു വ്യത്യാസം എന്താ വെച്ചാൽ, പിന്നെ സേയിൽ നമ്മൾ മാസം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിരുന്നു ഒരു എമൗണ്ട്. ഇതിൽ നമുക്ക് ഏതൊരു എംപ്ലോയിക്കും ആ കമ്പനിയിലുള്ള എല്ലാ എംപ്ലോയീസിനും പറ്റില്ല. എന്താ പറഞ്ഞത്, CSOPയുടെ കേസിൽ എന്താണ് സ്പെസിഫിക് എംപ്ലോയീസിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഇവിടെ not available to all employees of the company. Employer can invite selected individuals to participate. അതിൽ തന്നെ പാർട്ട് ടൈം ആയിട്ടുള്ള എംപ്ലോയീസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ കണ്ടീഷൻ ഉണ്ട്, 25 അവർ വേണം. ഓക്കെ,
25 hours ഓർ മോർ, 25 hour മിനിമം വർക്ക് ചെയ്തിരിക്കണം ഒരു വീക്കിൽ. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ ചിലപ്പം UK സ്റ്റുഡൻറ്റ് വിസ ആയിട്ട് പോയിട്ട്, അതായത് സ്റ്റുഡൻറ്റ് വിസയിൽ പോയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് പഠിക്കുന്ന സമയത്ത് മാക്സിമം 24 hour ഒരു വീക്കിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് CSOP ജോയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം 25 hour മിനിമം വേണം. അപ്പോൾ അവർ അത് കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു റൂളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക, ഐ ഡോണ്ട് നോ. സോ അതുപോലെ തന്നെ മെറ്റീരിയൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, ഇപ്പോൾ ഒരു കമ്പനിയിൽ ഡയറക്ടറിന് 30% മുകളിൽ ഷെയർ ഹോൾഡിംഗ് ഉണ്ട്, അയാൾക്കും CSOP ചേർന്നിട്ട് ഇത്തരത്തിൽ ടാക്സ് അഡ്വാൻറ്റേജ് നിർത്തിയിട്ട് പിന്നെയും ഷെയർ പർച്ചേസ് ആക്കാനോ അങ്ങനത്തെ ഒന്നും പറ്റില്ല. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഗ്രാൻഡായിട്ട് ഇത് നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ സേയുടെ കേസിൽ ഡിസ്കൗണ്ട് കൊടുത്തിരുന്നു, ഒരു 20% ഡിസ്കൗണ്ട് നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്നു. ഇവിടെ ഡിസ്കൗണ്ട് കൊടുക്കുക എന്നുള്ള പരിപാടി ഇല്ല. ഓക്കെ, ഇനി 10 year കഴിഞ്ഞിട്ടാണ് എക്സൈസ് ചെയ്യുന്നുണ്ടെങ്കിലോ അപ്പോഴും നമുക്ക് എന്ത് വരും? ടാക്സ് വരും. 3 year മുന്നേ 10 year ശേഷം അങ്ങനെയൊക്കെ എക്സൈസ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് വരും. ഇതിൻ്റെ ഉള്ളിൽ 3 year 10 year ഉള്ളിൽ ഇൻ ബിറ്റ്വീൻ നമ്മൾ എക്സൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് ഇല്ല. ഓക്കെ, അതാണ് ഈ CSOP സ്കീമിൻ്റെ ഒരു പ്രത്യേകത. CGT ഉണ്ടാവും. പിന്നെ CGT നമ്മൾ സാധാ പോലെ തന്നെ സെയിൽ പറഞ്ഞ പോലെ തന്നെ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് CGT പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് നെക്സ്റ്റ് സ്കീമിലോട്ട് പോകാം. ഇതിപ്പോൾ എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ്, അല്ലേ? യെസ്, എല്ലാം മാക്സിമം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് EMI സ്കീമാണ്. EMI സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും CSOP പോലെ തന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയീസിന് മാത്രമേ കൊടുക്കുന്ന ഒരു സ്കീമാണ്, എല്ലാ എംപ്ലോയീസിനും ഇല്ല. ഓക്കെ, പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 to 10 years ആയിരുന്നു നമ്മൾ ഈ CSOP ഉണ്ടായിരുന്നത്. ഇതിൽ വരുന്ന സമയത്ത് 10 year എന്ന് പറഞ്ഞുള്ള പീരീഡാണ്. അതായത് നമുക്ക് 3 year മുന്നേയും ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 to 10, അതായത് ഗ്രാൻഡ് ഡേറ്റ് മുതൽ 10 year ആ ഒരു പീരീഡിൻ്റെ ഉള്ളിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എക്സൈസ് ചെയ്ത് ഷെയർ പർച്ചേസ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് EMIയുടെ കേസിൽ നമുക്ക് 60,000 ഒന്നുമല്ല, അതിൽ കൂടുതൽ. ഇപ്പം ഇതിൽ 250,000 വരെ നമുക്ക് പർച്ചേസ് ചെയ്യാം. അത് മാത്രമല്ല, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഒരു എംപ്ലോയി എന്ത് ചെയ്തു, ആദ്യൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇയാൾക്ക് CSOP ഉണ്ടായിരുന്നു. ആ CSOP ഇയാൾക്ക് ഒരു 60,000 ആയിരുന്നു ലിമിറ്റ് എന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ ഇയാൾ എന്ത് ചെയ്തു, ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് പുതിയ കമ്പനിയിൽ ജോയിൻ ആയി. അപ്പോൾ ആ ഒരു സമയത്ത് പുള്ളിക്ക് 250,000 ആണല്ലോ ഓപ്ഷൻ. പക്ഷേ ഈ 250,000 എന്ത് ചെയ്യണം, ആ ഒരു 60,000 അത് കുറക്കണം. അയാൾ അവിടെ 60,000 പഴയ കമ്പനിയിൽ CSOP പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ എത്ര ഉണ്ടായിരിക്കും? 190,000 ആയിരിക്കും ഇയാളുടെ ലിമിറ്റ് വരിക. ഓക്കെ, ഇയാളുടെ EMIയുടെ ലിമിറ്റ് വരിക. EMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CSOP എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലിയ കമ്പനീസാണ്, നമ്മൾ ലിസ്റ്റഡ് കമ്പനീസൊക്കെ അല്ലേ, അവർക്ക് ചെയ്യാം. ആ കമ്പനിയിലുള്ള പ്ലാനിനാണ് നമ്മൾ CSOP പൊതുവെ വെക്കാറ്. EMI എന്ന് പറഞ്ഞാൽ കുറച്ചും പാടെ സ്മോളർ കമ്പനിയിലാണ് വെക്കാറ്. സ്മോളർ കമ്പനി മീൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കമ്പനിയുടെ ഗ്രോസ് അസറ്റ്സ് വാല്യൂ 30 million എക്സീഡ് ചെയ്യാൻ പാടില്ല. EMIൻ്റെ ഓപ്ഷൻസ് ആ ഒരു ഓപ്ഷൻസിൻ്റെ ഷെയർസിൻ്റെ വാല്യൂ 3 million പോകാൻ പാടില്ല. 250 എംപ്ലോയീസിന് താഴെ വരാൻ പാടുള്ളൂ. 250 മുകളിൽ എംപ്ലോയീസ് ഉള്ള കമ്പനി ആകാൻ പാടില്ല, കമ്പനി സബ്സിഡറി ആകാൻ പാടില്ല. അതേപോലെ തന്നെ എല്ലാ എംപ്ലോയീസിനും പാടില്ല, സെലക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയീസ്. അതേപോലെ തന്നെ ക്വാളിഫൈഡ് ട്രേഡിംഗ് കമ്പനി ആയിരിക്കണം. ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് അങ്ങനത്തെ കമ്പനീസൊന്നും ഇതിൽ പാടില്ല. ദെൻ ഫുൾ ടൈം എംപ്ലോയീസിന് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റൂ, അതാണ് വേറൊരു ക്രൈറ്റീരിയ. പാർട്ട് ടൈംസിന് പറ്റില്ല. അവിടെയും കണ്ടീഷൻ പറയുന്നത് 25 hours per വീക്കാണ്. പക്ഷെ മറ്റൊരിടത്ത് പാർട്ട് ടൈം പറ്റുമായിരുന്നു CSOPയിൽ, പക്ഷെ ഇവിടെ പറ്റില്ല. ദെൻ ഇൻഡിവിജ്വൽ ഹോൾഡിംഗ് മെറ്റീരിയൽ ഇൻട്രസ്റ്റ് സെയിം തന്നെയാണ്. ആ ഒരു കണ്ടീഷൻ 30% ആണ്. മാക്സിമം വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടത്തെ കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടാക്സ് വരും. അതുപോലെ തന്നെ നമുക്ക് 3 year മുന്നേ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് വരില്ല, CSOPയിൽ വരുമായിരുന്നു. 10 year കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് വരും. 10 year ഉള്ളിലാണ് ചെയ്തതെങ്കിൽ ടാക്സ് വരില്ല, മാത്രമേ ഉള്ളൂ. നമ്മളെ സാധാ സെയിം ഇത് തന്നെയാണ്. പിന്നെ CGT വരും. അപ്പോൾ നമ്മളത് ഇതും കവർ ചെയ്യും. ഇതും അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. ഇനി കുറച്ചൊരു ഒരു ചേഞ്ച് ഉള്ളത്, നമ്മളിതുവരെ പഠിച്ച സ്കീമായിട്ട് കുറച്ചൊരു
വലിയൊരു ബന്ധം പുലർത്താത്തൊരു സംഗതിയാണ് SIP ലാസ്റ്റ്. ഇത് കുറച്ച് വെറൈറ്റിയാണ്. ഇതിലെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു ട്രസ്റ്റ് ഫോം ചെയ്യുക. അതായത് ഒരു കമ്പനി ഒരു പുതിയ ട്രസ്റ്റ് സെറ്റപ്പ് ചെയ്യും, ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് ഈ ട്രസ്റ്റാണ് ഈ എംപ്ലോയീസിൻ്റെ ഫണ്ട് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഷെയർസ് വാങ്ങുക. ഈ ഷെയർസ് എന്ന് പറഞ്ഞാൽ ഇത് ആർക്കേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഇത് ലിസ്റ്റഡ് കമ്പനീസിന് മാത്രമേ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഒരു കമ്പനി, ഒരു ലാറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി, ഈ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവരുടെ ഷെയർസൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ട്രസ്റ്റ് എന്ത് ചെയ്യും, ഈ കമ്പനിയുടെ ട്രസ്റ്റ് ഫോം ചെയ്യും, SIP ട്രസ്റ്റ്. എന്നിട്ട് ഈ ട്രസ്റ്റ് ഈ എംപ്ലോയീസിൻ്റെ ഫണ്ട് യൂസ് ചെയ്തിട്ട് പിന്നെ ഇതിൽ നിൽക്കുന്ന ഷെയർസ് ഇങ്ങനെ വാങ്ങിക്കും. അതാണ് ആക്ച്വലി ഈ പറയുന്ന SIP സ്കീം എന്ന് പറയുക. അപ്പോൾ ഒരു എംപ്ലോയിക്ക് എത്രയും ഷെയർ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല, അവിടെ ലിമിറ്റ് ഉണ്ട്. 3,600 പൗണ്ടിൻ്റെ ഷെയർ ഒരു ഇയറിൽ പെർ ഇയറിൽ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ SIP യൂസ് ചെയ്തിട്ട്. ദെൻ ഇവിടെ 4 ടൈപ്പ് ഓഫ് ഷെയർസും വരുന്നുണ്ട്. ഓക്കെ, 4 ടൈപ്പ് ഓഫ് ഷെയർസ് മീൻസ് ഇവിടെ ഫ്രീ ഷെയർ ഉണ്ട്, പാർട്ണർഷിപ്പ് ഷെയർ ഉണ്ട്, മാച്ചിങ് ഷെയർ ഉണ്ട്, ഡിവിഡൻഡ് ഷെയർ ഉണ്ട്. സോ എന്താണിതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഷെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ടാക്സ് ഇല്ലാതെ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഷെയർസ് തരുന്നതാണ്. ടാക്സ് ഇല്ലാതെ നമുക്ക് ആദ്യം കുറച്ച് ഷെയർസ് തരും. ഈ ഒരു SIP ഗവൺമെൻറ് അല്ല, സോറി, കമ്പനി കേട്ടോ, കമ്പനി നമുക്ക് ഇതേപോലെ ഷെയർസ് തരും. 3,600 പൗണ്ടിൻ്റെ വർത്തായിട്ടുള്ള ഷെയർസ്. ദെൻ നമുക്ക് 2 ഫ്രീ ഷെയർ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഷെയർ നമുക്ക് വാങ്ങാം. അത്തരത്തിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് 3,600 വർത്തായിട്ടുള്ള ഫ്രീ ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും എമൗണ്ടിൻ്റെ പാർട്ണർഷിപ്പ് ഷെയർസ് നമുക്ക് വാങ്ങാൻ പറ്റും. അതാണ് നമുക്ക് പാർട്ണർഷിപ്പ് ഷെയർസ്. ഇതൊരു നമ്മളുടെ ചോയ്സാണ്, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ വാങ്ങണ്ട, ആ ഒരു തരത്തിൽ. അപ്പോൾ അത്രയും എമൗണ്ട് കൊടുക്കേണ്ടി വരും എക്സ്ട്രാ. ഓക്കെ, കാരണം ഓൾറെഡി നമ്മൾ ഇത്രയും കൊടുത്തു, ഇപ്പോൾ ഇത്രയും കൊടുത്തു. ഇതൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്, നമ്മളെ സാലറീൻ്റെ 10% മുകളിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല നമ്മളിങ്ങനെ പാർട്ണർഷിപ്പായിട്ട് വാങ്ങുന്ന ഷെയർസ്, പാർട്ണർഷിപ്പ് ഷെയർസ് എന്ന് പറയുന്ന ഷെയർസ്. ദെൻ മാച്ചിങ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ഇതാണ് പറയുന്നത്, 2 അഡീഷണൽ മാച്ചിങ് ഷെയർസ് നമുക്ക് കിട്ടും നമ്മൾ ഒരു പാർട്ണർഷിപ്പ് ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇതാണ് മാച്ചിങ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പാർട്ണർഷിപ്പ് ഷെയർസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നു. ദെൻ ഡിവിഡൻഡ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സ്വാഭാവികമായിട്ട് SIPയിൽ നമ്മൾ ഷെയറൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബിഹാഫിൽ ഈ ട്രസ്റ്റ് പർച്ചേസ് ചെയ്യുന്നില്ല, സ്വാഭാവികമായിട്ട് നമുക്ക് ഡിവിഡൻഡ് കിട്ടുമല്ലോ. അപ്പോൾ ആ ഡിവിഡൻഡ് യൂസ് ചെയ്തിട്ട് അഗെയിൻ ഷെയർസ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഡിവിഡൻഡ് ഷെയർസ് എന്ന് പറയാം. അതൊരു റീഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്നു SIPയിൽ നിന്ന്, ആ ഡിവിഡൻഡ് അഗെയിൻ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇതിന്ന് ഷെയർസ് വാങ്ങിക്കുന്നു SIPയിൽ. അപ്പം ഇതിൽ ഏതിനൊക്കെയാണ് ടാക്സ് ഇല്ലാത്തത്, ഏതിനൊക്കെ ടാക്സ് ഉള്ളതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫ്രീ ഷെയർ, പാർട്ണർഷിപ്പ് ഷെയർ, മാച്ച് ഷെയർ ഇതിനൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടൈം കോൺസെപ്റ്റ് ആയിരുന്നു. അതായത് 3 ഇയറിന് താഴെയാണെന്നുണ്ടെങ്കിൽ അവിടെ ടാക്സ് വരും. നമ്മൾ സാധാരണ നോർമലി നോൺ അഡ്വാൻറ്റേജസ് ടാക്സ് സ്കീം ഉണ്ടല്ലോ, അതായത് എത്രയാണ് ബെനിഫിറ്റ് കിട്ടുന്നത്. ഇപ്പം നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് വാല്യൂ വരുന്നത് ഒരു 15,000 ആണ്. നമ്മൾ കൊടുത്തത് എത്രയാണ്, നമ്മൾ കൊടുത്തത് ഒരു 10,000 ആണ് നമ്മളിത് വാങ്ങി കൊടുത്തത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5,000 നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ടാക്സ് കാണിക്കുക എന്നുള്ളതാണ്. ഇനി 5 ഇയറിൻ്റെയും 3 ഇയറിൻ്റെയും ബിറ്റ്വീൻ ഹോൾഡ് ചെയ്താണ്. 3 ഇയർ കഴിഞ്ഞിട്ട് ഒരു ഹോൾഡ് ചെയ്ത് ഒരു 4 ഇയർ ഹോൾഡ് ചെയ്ത് വിചാരിക്കാം. ഇതിൻ്റെ അടിയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോവർ ഓഫ് ഇനീഷ്യൽ അലോക്കേഷൻ കോസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്തുള്ള വാല്യൂ ഇതിലാണ് ഏതാണ് ലോവർ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇനീഷ്യലി ഇതിൽ ജോയിൻ ആവുന്ന സമയത്ത് SIPയിൽ ജോയിൻ ആവുന്ന സമയത്ത് ആ ഷെയറിൻ്റെ വാല്യൂ ലെറ്റ്സ് ഒരു 6 പൗണ്ടാണ് വിചാരിക്കുക. നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് 8 പൗണ്ടാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 6 പൗണ്ടിനാണ് നമുക്ക് എന്ത് ചെയ്യുക കിട്ടുക എന്നർത്ഥം. അപ്പം ആ ഒരു
ഇതാണ് അതിൻ്റെ വാല്യൂ, 6 പൗണ്ടാണ് അതിൻ്റെ വാല്യൂ. പിന്നെ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ലെറ്റ്സ് ഇപ്പം ഒരു 10 പൗണ്ട് ആയിട്ടുണ്ടെന്ന് വിചാരിക്കാം, വിഡ്രോ ചെയ്ത് കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ 6 പൗണ്ടല്ലേ ഉള്ളത്. അപ്പോൾ 6 പൗണ്ടിൻ്റെ പുറത്താണ് നമ്മൾ ഒരു ഷെയറിന് 6 പൗണ്ടാണുള്ളത്. അപ്പോൾ 6 പൗണ്ടിൻ്റെ പുറത്ത് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് HMRCക്ക് പേ ചെയ്യണം. ഇനി 5 ഇയറിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ടാക്സ് ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരില്ല. പിന്നെ ഡിവിഡൻഡ് ഷെയർസിൻ്റെ കേസിൽ ഇതേപോലെ 3 ഇയറിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിവിഡൻഡ് പർച്ചേസ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടില്ല, അതായത് നമ്മൾ ആദ്യം ഫണ്ട് SIP ഇട്ടു, SIP നമുക്ക് ഡിവിഡൻഡ് കിട്ടി. ഈ ഡിവിഡൻഡ് എമൗണ്ട് യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുക, അഗെയിൻ ഷെയർ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ടിന് പുറത്ത് ടാക്സ് വരില്ല. 3 ഇയറിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ. 3 ഇയറിന് താഴെയാണെന്നുണ്ടെങ്കിൽ ടാക്സും വരും, NICയും വരും. അപ്പം ഇതൊക്കെയാണ് ഒരു ഇൻ ഷോർട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, 4 ഷെയർ സ്കീംസ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ.